വളരെയധികം എല്ലാവരെയും അതിരാവിലെ തന്നെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു നടൻ ജയസൂര്യയുടെ അമ്മ വിടവാങ്ങി എന്ന വാർത്ത. ജയൻ മരട് എന്ന സാധാരണക്കാരൻ ജയസൂര്യ എന്ന നടനായി വിജയിച്ചതിന് പിന്നിലെ കഠിനാധ്വാനവും പരിശ്രമവും എല്ലാം അമ്മയായിരുന്നു എന്ന് വിശ്വസിക്കുമ്പോഴും മകൻ്റെ പ്രശസ്തി കണ്ടിട്ട് ഒതുങ്ങി ജീവിച്ച ഒരു അമ്മയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജയസൂര്യയുടെ അമ്മ. കൂലിപ്പണിയെടുത്ത് ജയസൂര്യ വളർത്തിയ തങ്കം എന്ന അമ്മ. പൊട്ടിക്കരഞ്ഞ നടൻ വിട ചൊല്ലുന്നത് ഈ അമ്മയ്ക്ക് വേണ്ടിയാണ്. അത്രമാത്രം വേദനയാണ് ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത്. നടൻ ജയസൂര്യയുടെ അമ്മ നിര്യാതയായി എന്നും അമ്മയ്ക്ക് ആദരാഞ്ജലികളെന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റായിരുന്നു ആദ്യം വന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ നടനെക്കുറിച്ചും നടൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും എല്ലാവരും പറയുന്നത്. ഒരു കാലത്ത് മലയാള സിനിമയിൽ ജയസൂര്യ ഇല്ലാത്ത സിനിമകളില്ലായിരുന്നു. പിന്നീട് പലപ്പോഴും അദ്ദേഹത്തിന് നല്ല നല്ല സിനിമകൾ ലഭിച്ച് മുന്നോട്ട് വരുമ്പോൾ പല സിനിമകളും ഫ്ലോപ്പായി പിന്നീട് മാറി. അവിടെ നിന്നും പിന്നീട് ഇടയ്ക്കിടയ്ക്ക് നല്ല സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം മലയാളികൾക്ക് ഒരുപിടി നല്ല സിനിമകൾ തന്നെയായിരുന്നു തന്നിരുന്നത് എന്ന് പറയണം. പ്രേക്ഷകർ അത്രമേൽ ഏറ്റെടുത്തിരുന്ന ഒരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജയസൂര്യയുടെ ഒപ്പം നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ചധികമായി അദ്ദേഹത്തിൻ്റെ സിനിമകളൊന്നും പുറത്തിറങ്ങാത്തത് കൊണ്ട് തന്നെ പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ വാർത്തയെല്ലാം കൂടി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ സങ്കട വാർത്ത ഇപ്പോൾ പുറത്തു വന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാവർക്കും വേദന പകരുന്ന ഒരു വാർത്തയായി മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയായി മാറുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ വാർത്തയായി ഇത് മാറുന്നുണ്ട്. എല്ലാവരും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ് ഇത് പറഞ്ഞ് എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നു. പൊട്ടിക്കരഞ്ഞ് ജയസൂര്യ വെടിചൊല്ലുന്നതും ഈ അമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് എന്ന് പറയാം. അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കുന്ന മകനായിരുന്നു അദ്ദേഹമെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ അവസ്ഥയിലും അതുതന്നെയാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ വാർത്ത എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലെ മരട് സ്വദേശിയായ ജയസൂര്യ അവിടെയുള്ള സാധാരണ കുടുംബത്തിലായിരുന്നു ജനിച്ചത്. മണിയുടെയും തങ്കത്തിൻ്റെയും മൂത്ത മകൻ. തട്ടാർ സമുദായത്തിൽപ്പെട്ട അച്ഛൻ്റെ കുടുംബം പരമ്പരാഗതമായി സ്വർണ്ണപ്പണിക്കാരായിരുന്നു. അമ്മ ഒരു സാധു സ്ത്രീയായിരുന്നു. കൂലിപ്പണിയും മറ്റും എടുത്ത് തന്നെയായിരുന്നു മക്കളെ പോറ്റിയിരുന്നത്. മകൻ്റെ സിനിമാ മോഹങ്ങൾക്ക് പക്ഷേ പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു അമ്മയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ജയസൂര്യയ്ക്ക് ഇങ്ങനൊരു കുടുംബത്തിൽ നിന്ന് ഇത്രയും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും ജയസൂര്യയ്ക്കൊപ്പം തന്നെ നിന്നത്. ഒരു സാധാരണ രീതിയിൽ നിന്ന് ജീവിച്ചു വന്ന ജയസൂര്യ ഇപ്പോൾ ജീവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ മികവുറ്റ ജീവിത രീതിയിൽ തന്നെയാണ്. എടുത്തു പറയേണ്ടതും ഇതുതന്നെയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ നടനും നടൻ്റെ കുടുംബത്തിനും സംഭവിച്ച ഈ വേദന ഒരിക്കലും ഞങ്ങൾക്കും മറക്കാനാകില്ല. അദ്ദേഹത്തിനോടൊപ്പവും കുടുംബത്തോടൊപ്പവും തന്നെയാണ് ഞങ്ങൾ ഈ സങ്കടത്തിൽ പങ്കുചേരുന്നത് എന്നെല്ലാവരും അറിയിക്കുന്നുണ്ട്. ഇടയ്ക്ക് പല കേസിൻ്റെ പേരിലും അദ്ദേഹത്തിനെ വിമർശനത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇറങ്ങിയാൽ കാണാൻ പോകാത്ത ഒരു മലയാളി പ്രേക്ഷകനും ഇപ്പോഴും ഇല്ല എന്ന് പറയുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ സങ്കടാവസ്ഥയിൽ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് മലയാളികൾ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.